പലപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു കംപ്ലൈൻ്റ് ആണ്, ലൈറ്റ് മേടിക്കുന്ന സമയത്ത് ലൈറ്റ് ഓൺ ആയിരിക്കും, എന്നാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു പല പ്രോബ്ലംസ് പലപ്പോഴും കസ്റ്റമേഴ്സ് പറയാറുണ്ട്. അതിപ്പോൾ ഞങ്ങൾ കുറേ നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലൈറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഇലക്ട്രീഷ്യന്മാർ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. ഇപ്പോൾ ഇതുപോലത്തെ നോർമൽ ഡൗൺ ലൈറ്റ്സുകളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവാണ്. അപ്പോൾ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ ഇതുപോലത്തെ ഡൗൺ ലൈറ്റ്സുകളായിരിക്കും. അപ്പോൾ അത് ചുമ്മാ വയറിൽ നമുക്കിങ്ങനെ തൂക്കി പിടിച്ചാലും ഇതിൽ വേറെ ഒന്നും സംഭവിക്കാനില്ല. എന്നാൽ അങ്ങനെയല്ല ഒരു കോബ് ലൈറ്റോ അല്ലെങ്കിൽ ഇച്ചിരി ഹെവി ആയിട്ടുള്ള ലൈറ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് പാർട്ടിന് ലെൻസ് റിഫ്ലക്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള മെറ്റാലിക് ബോഡിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈവറിൽ ഇങ്ങനെ തൂക്കി പിടിച്ച് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള കണക്ടറിൽ നിന്ന് വയർ വിട്ടുപോകുക, അല്ലെങ്കിൽ അകത്തുനിന്ന് LED പോർഷനിൽ നിന്ന് തന്നെ ലൈറ്റ് വിട്ടുപോകാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ചെറിയ ജെർക്കോ പെട്ടെന്ന് വയറിൽ ഇങ്ങനെ വിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരുമ്പോൾ ആ ജെർക്ക് മൂലം ഇതിൻ്റെ അകത്ത് കണക്ടറിൽ നിന്ന് വിട്ടു പോരുമോ അല്ലെങ്കിൽ LED എന്നൊക്കെ വിട്ടു പോകാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ആദ്യം ഒരു കൈയിൽ ലൈറ്റ് എടുത്തിട്ട് മറ്റു കൈ കൊണ്ട് നമ്മൾ വയർ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ശേഷം മാത്രമേ ലൈറ്റ് നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് സീലിംഗിലേക്ക് പിടിപ്പിക്കാവൂ. അപ്പോൾ കഴിയുന്നതും ഇതുപോലത്തെ ലൈറ്റുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ ജെർക്കോ അതുപോലത്തെ വയറിൽ തൂങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ നോക്കുക.